നമസ്കാരം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ഇന്ത്യ വിരുദ്ധ പ്രചാരണങ്ങളുമായി അതല്ലെങ്കിൽ ഇന്ത്യയെക്കുറിച്ച് വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളുമായി ഇപ്പോൾ നിരവധി സമൂഹ മാധ്യമ പേജുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇത് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്നതാണ് എന്ന് തന്നെയാണ് നമുക്ക് അറിയാനും കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമ പേജുകളും യൂട്യൂബുകളും എല്ലാം തന്നെ വിലക്കുന്നതിന് വേണ്ടി ഇന്ത്യ മെറ്റയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഒരുപാട് സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ന്യൂസ് പേജ് ഇപ്പോൾ മെറ്റ ഇന്ത്യയിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അറ്റ് ദി റേറ്റ് ഓഫ് മുസ്ലിം എന്നാണ് ഈ ന്യൂസ് പേജിൻ്റെ പേര്. 6.7 ദശലക്ഷം ഫോളോവേഴ്സുള്ള ഒരു പേജായിരുന്നു ഇത്. ഇന്ത്യയിൽ നിന്നുള്ള സബ്സ്ക്രൈബർമാർ തങ്ങൾക്കിപ്പോൾ അക്സസ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് തങ്ങളോട് ആവശ്യപ്പെട്ടു എന്നാണ് ഇതിൻ്റെ സ്ഥാപകർ ഇപ്പോൾ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മെറ്റ എത്രയും വേഗം തന്നെ ഇതിൻ്റെ നിരോധനം പിൻവലിക്കണം എന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ന്യൂസ് പേജിൻ്റെ സ്ഥാപകനും എഡിറ്റർ ഇൻ ചീഫുമായ അമീർ അൽ ഖദാഹത്ത് ബൈ, ഇയാൾ ആരാണ് എന്ന് നമുക്കറിയില്ല. വളരെ വിചിത്രമായ വളരെ ദൈർഘ്യമുള്ളൊരു പേരുള്ള വ്യക്തിയാണ്. ഇയാൾ ഇന്ത്യക്കാരനാകാനുള്ള സാധ്യത വളരെ കുറവാണ്. നിരന്തരമായി ഈ പേജിലൂടെ ഇന്ത്യ വിരുദ്ധ പ്രചരണങ്ങൾ നടത്തിയതിന് തന്നെയാണ് ഇന്ത്യ ഗവൺമെൻറ് മെറ്റയോട് ഇവരെയൊക്കെ തന്നെ ഇന്ത്യയിൽ നിരോധിക്കാൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ ഇന്ത്യക്കാർക്ക് മുന്നിൽ ഇന്ത്യ വിരുദ്ധ പ്രചരണം നടത്തുന്ന ആരെയും വെച്ച് വെറുപ്പിക്കേണ്ടതില്ല എന്നുള്ളത് ദേശസ്നേഹമുള്ള ഏത് സർക്കാരിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയും ഭാവിയും ഒക്കെ ഉറപ്പാക്കാൻ ബാധ്യതപ്പെട്ട ഏതൊരു സർക്കാരും ചെയ്യുന്ന കാര്യം തന്നെയാണ് ഇന്ത്യയിലെ കേന്ദ്ര സർക്കാരും ചെയ്തിട്ടുള്ളത്. ഇവർ ഇപ്പോൾ നിരന്തരമായി തങ്ങളെ ഒറ്റപ്പെടുത്തുന്നു, ഇവിടെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്, മാധ്യമ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ ചീഫ് എഡിറ്ററും ഇയാളുടെ അനുയായികളുമൊക്കെ തന്നെ വിദേശ രാജ്യങ്ങളിലുള്ള സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇപ്പോൾ സജീവമാണ്. എന്നാൽ ഇന്ത്യ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചും ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചൊക്കെ ഒരു കാരണവശാലും ഇതൊന്നും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. കാരണം ഇവർ നിരന്തരമായി വർഷങ്ങളായി തുടരുന്ന ഈ ഇന്ത്യ വിരുദ്ധ പ്രചാരണ വേല ഇപ്പോൾ ഈ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. വ്യാജ വാർത്തകൾ നിരന്തരമായി നൽകുക, വ്യാജ വീഡിയോകൾ സൃഷ്ടിക്കുക, കാലഹരണപ്പെട്ട ഫോട്ടോകൾ എടുത്തതിന് ശേഷം ഇത് ഈയിടെ നടന്ന സംഭവമാണ് എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുക, വർഷങ്ങൾക്ക് മുമ്പ് തകർന്നു വീണ വിമാനാവശിഷ്ടങ്ങളുടെ ചിത്രം കാണിച്ചിട്ട് ഇതൊക്കെ ഞങ്ങൾ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതാണ് എന്ന് പാകിസ്ഥാൻ പറയുന്ന കാര്യങ്ങളൊക്കെ വലിയ പ്രാധാന്യത്തോടെ കൊടുക്കുക, ഇന്ത്യ നഗരങ്ങൾ ആക്രമിച്ച് ഇന്ത്യയിൽ മിസൈൽ ആക്രമണം നടത്തി തുടങ്ങിയ ഒരു കാരണവശാലും നടക്കാൻ യാതൊരു സാധ്യതയില്ലാത്ത, പാകിസ്ഥാനെ സ്വപ്നം കാണാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ തന്നെ ഇത് പാകിസ്ഥാനാണ് നടത്തിയത് എന്നുള്ള പേരിൽ നിരന്തരം കൊടുക്കുന്നുണ്ട്. ഇതിന് ഇന്ത്യയിലും ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നുള്ളത് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള തീവ്രവാദവും മതവിദ്വേഷവും ഒക്കെ തന്നെ പ്രചരിപ്പിക്കുന്ന വെബ്സൈറ്റുകളെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ ലോകത്ത് ഒരു രാജ്യവും തയ്യാറാവുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇത് ഒരുപക്ഷെ അമേരിക്കയിലോ അല്ലെങ്കിൽ അതിന് പടിഞ്ഞാറൻ രാജ്യങ്ങളിലോ സംഭവിച്ചിരുന്നെങ്കിൽ ഇതിൻ്റെ ഈ സ്ഥാപകനും എഡിറ്ററും ചീഫും എല്ലാം വളരെ വർഷങ്ങൾക്ക് മുമ്പേ ജയിലിലാകുമായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. ഇന്ത്യയിൽ ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്നത് കൊണ്ടും പത്രസ്വാതന്ത്ര്യം ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമായിരിക്കാം ഒരുപക്ഷെ ഇവരുടെ പേരിൽ നടപടിയെടുക്കാത്തത്. ഇയാൾ ഏത് രാജ്യക്കാരനാണെന്നോ എവിടെ നിന്നാണ് ഇത് പുറത്തുവിടുന്നതെന്നോ നമുക്കിപ്പോഴും അറിയാൻ കഴിഞ്ഞിട്ടില്ല. പാകിസ്ഥാനിൽ നിന്നുള്ള പല സിനിമാ താരങ്ങളുടെയും ക്രിക്കറ്റ് താരങ്ങളുടെയും ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങൾ ഇന്ത്യയിൽ വിലക്കിയിട്ടുണ്ട്. പാകിസ്ഥാനിലെ മുൻ പ്രധാനമന്ത്രിയും ക്രിക്കറ്റ് താരമൊക്കെ ഇമ്രാൻഖാൻ്റെ സോഷ്യൽ മീഡിയയൊക്കെ തന്നെ ഇന്ത്യയിൽ ഇപ്പം നിരോധിച്ചിട്ടുണ്ട്. കാരണം ഇതൊക്കെ വളരെ നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നല്ല. നിരന്തരമായി ഇവർ ഇന്ത്യ വിരുദ്ധ പ്രചരണം നടത്തുകയും കള്ളക്കഥകൾ പ്രചരിപ്പിക്കുകയും ആളുകളെ വർഗീയമായി കൂട്ടിയടിപ്പിക്കാനൊക്കെ തന്നെ പ്രേരിപ്പിക്കുന്ന രീതിയിൽ നിരന്തരം വാർത്ത കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വിലക്ക് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പല പാശ്ചാത്യ മാധ്യമങ്ങൾ ഇവരുടെ വശം ചേർന്നെത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല, ഇത് ഇന്ത്യ ഗവൺമെൻറ് ഇതിനോട് പ്രതികരിക്കണം എന്നൊക്കെ പറഞ്ഞ് പല പാശ്ചാത്യ മാധ്യമങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ആരംഭിച്ച ദിവസം മുതൽ തന്നെ ഇന്ത്യ വിരുദ്ധ വേലയിൽ ഏർപ്പെടുന്ന നിരവധി പാശ്ചാത്യ മാധ്യമങ്ങളുണ്ട്. അവരിൽ പലരും ഇപ്പോഴും ഇന്ത്യക്ക് നേരെ വിമർശനം ഉയർത്തുകയാണ്. ഇന്ത്യ സർക്കാർ ഇക്കാര്യത്തിൽ പ്രതികരിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇന്ത്യ സർക്കാർ ഇതിൽ പ്രതികരിക്കേണ്ട ആവശ്യം എന്തെങ്കിലും ഉള്ളതായി തോന്നുന്നില്ല. കാരണം ഇത്തരത്തിലുള്ള ദേശവിരുദ്ധ പ്രചരണം നടത്തുന്നവരെ ഒരു കാരണവശാലും ഒരു രാജ്യത്തും ലോകത്ത് വെച്ച് വെറുപ്പിക്കുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് ഇന്ത്യയിലും നിരോധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് വാസ്തവം.